ഹായ് ചെങ്ങന്മാർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവാണ്. 9:30 ആയിട്ടുണ്ട്. ഇന്ന് ശരിക്ക് ബസ്സില്ല, ബസ് സമരം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓട്ടോക്കെ കിട്ടുമായിരുന്നു. നേരത്തെ ഇറങ്ങാൻ വേണ്ടി നേരത്തെ എണീറ്റതുമാണ്. ഒന്ന് ഇവിടെ മാത്രം എത്തിയില്ല എൻ്റെ കൈ. ഈ ഒരു ഭാഗം കണ്ട ഒന്ന് വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി, മെയിനായിട്ട് ഉള്ളു അതുപോലെ തന്നെ ചെളി നിൽക്കുന്ന ഏരിയകൾ ഒന്ന് കഴുകി. ബോഡി പിന്നെ പുറം ബോഡി കഴുകിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് തുടച്ചാറുള്ളൂ. പിന്നെ മാറ്റ് അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഷീറ്റ് കെട്ടി ഇവിടെ ഞാനൊരു കമ്പ് നാട്ടിയേക്കുവാണ്. അതായത് അവിടെ നിന്ന് ആ ഷീറ്റ് വരുമ്പോൾ ഇവിടെ കെട്ടാൻ സ്പേസ് ഇല്ല. പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞത് റോഡാണ്, അപ്പോൾ വണ്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് കെട്ടാൻ വേണ്ടിയിട്ടുണ്ടാകത്തോണ്ട് ഞാൻ അപ്പം പിടിച്ചുണ്ടാക്കി എൻ്റെ ഐഡിയക്ക് ചെയ്തൊരു സംഭവമാണത്. പക്ഷേ എങ്കിൽ ഇവിടെ നമ്മളുടെ വെള്ളത്തിൻ്റെ പൈപ്പ് ഉണ്ട്. അവിടെ ഞാൻ ആ ഒരു തറി അത് അടിച്ച് താത്തിയപ്പോൾ അത് ആ ഒരു വെള്ളത്തിൻ്റെ പൈപ്പുമ്പൊക്കെ പോയി. എനിക്കറിയാം അവിടെ പൈപ്പ് ഉണ്ടെന്ന് അറിയാം, കിട്ടണമെങ്കിൽ കിട്ടട്ടെ ഭാഗ്യം പോലെ എന്ന് കരുതി. അപ്പോൾ എന്തായാലും അത് പൊട്ടിയപ്പോൾ അതവിടെ കളക്കൽ പിടിക്കൽ അങ്ങനെയുള്ള പരിപാടിയായി. അത് ഈ വീട്ടിലേക്കുള്ള വെള്ളമാണ്. പക്ഷേ അവിടെ ഇപ്പോൾ ആളുകൾ താമസിക്കണമെന്നല്ല. അപ്പോൾ അത് പിന്നെ എഡിറ്റിങ് ഇന്നലെ ജലദോഷത്തിൻ്റെ കാരണം കൊണ്ട് എഡിറ്റിങ് ഇന്നലെ പൂർത്തിയാക്കാൻ വേണ്ടി പറ്റിയില്ല. ഞാൻ തൊട്ടിട്ടുണ്ടായിരുന്നില്ല ലാപ്ടോപ്പിലേക്ക് വീഡിയോ കോപ്പി ചെയ്തിട്ട്. പിന്നെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ നേരെ ഒരു ഗുളികയും കുടിച്ച് കിടന്നേക്ക് പറഞ്ഞു. രാവിലേക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. ഞാൻ ഇനി ഇറങ്ങുവാണ്. വണ്ടി ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട് ഉള്ളാണ് കാര്യമായിട്ട്. അതിലുള്ള ചളി നിൽക്കുന്ന ഏരിയ, അതുപോലെ തന്നെ മടുകാടിൻ്റെ ഉള്ളിൽ കൂടെ ചളി നിൽക്കുന്ന ഏരിയകൾ, ഇത്ര ഏരിയകളൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമടിച്ച് കഴുകി എന്നുള്ളതാണ്. പിന്നെ ഈ സീറ്റിൻ്റെ അടിഭാഗം, ബാക്ക് സൈഡ്, ഉള്ളിൽ, അത്ര ഏരിയകൾ. ഇനിയിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഈ മൈക്ക് അഡാപ്റ്റർ ഉണ്ടല്ലോ, അത് വരുന്നുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തുമെന്ന് പറഞ്ഞു, മാണിയമ്പിലെത്തിയും. അപ്പോൾ അതുകൂടി വാങ്ങിയിട്ട് പോവാം. അങ്ങനെ ആകുമ്പോൾ പിന്നെ സ്റ്റാൻഡുമ്പോൾ തന്നെ വെക്കാം. ഈ സ്റ്റാൻഡ് പറ്റുമില്ല, നമ്മളെ പഴയ സ്റ്റാൻഡ് തന്നെ വെക്കാം. അപ്പോൾ അത് വരട്ടെ കേട്ടോ, എന്നിട്ട് പോവാം. അപ്പോൾ ചെയ്യാൻ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നെത്തിയിരിക്കുകയാണ്. ഓർഡർ ചെയ്ത് വേറെ ഒന്നുമല്ല, നമ്മളുടെ മൈക്ക് അഡാപ്റ്റർ ആയിരുന്നു. ഇങ്ങനെ പൊട്ടിക്കുക കത്തിയൊക്കെ എടുത്താൽ മതി, അതിപ്പോൾ സമയമില്ല. ഈ ഒരു സാധനം 4710 രൂപയാണ്. ഭയങ്കരമായിട്ട് ഇത്ര വലിയ പാക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, സംഭവം വില ഉണ്ട് തന്നെ ഉള്ളൂ. അതുപോലെ തന്നെ ഉണ്ടാക്കിയൊരു ഉൾട്ടാ പാക്കിങ്ങാണ്. സാധനം ഇവിടുത്തെ മാർക്കറ്റുകളിൽ സുലഭമല്ല എന്നുള്ളതാണ് സാധനം. ഇത് Pro 3.5mm മൈക്ക് അഡാപ്റ്റർ, GoPro 11 ബ്ലാക്ക്, GoPro Hero 10 ബ്ലാക്ക്, GoPro Hero 9 ബ്ലാക്ക്, GoPro Hero 8 ബ്ലാക്ക്, അവയ്ക്കൊക്കെ ഉപയോഗിക്കാനുള്ളതാണ്. അതിൻ്റെ മേലേക്കുള്ള പറ്റില്ല. ഇതാണ് സാധനം. ഇതൊരു റബ്ബറാണ്. അപ്പോൾ മൈക്ക് ഉപയോഗിക്കാനുള്ള സാധനം എത്തിയിട്ടുണ്ട്. മൈക്ക് നമ്മളത് ഇന്ന് തൊട്ട് ഉപയോഗിച്ച് തുടങ്ങും. മൈക്ക് ഓൾറെഡി നമ്മുടെ അടുത്തുള്ള തന്നെയാണ്. ഇത് റബ്ബറാണ്. ഇത് ഫുള്ളായിട്ട് ഇവിടെ തൊട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇത് കവർ ചെയ്തിട്ടുള്ളതൊക്കെ റബ്ബറിലാണ്. ഇതിൽ ഈ ഒരു പിന്നുണ്ടല്ലോ, ഇതാണ് നമ്മളുടെ GoProൻ്റെ മൈക്ക് അക്സെപ്റ്റ് ചെയ്യണത്. പിന്നെ ഇത് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യും. അതായത് ക്യാമറ ഇതാണുള്ളത്, അത് കാണിച്ചു തരാൻ വേണ്ടി കഴിയില്ലല്ലോ, മൊബൈലിൽ ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ക്യാമറ വീണ്ടും ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെറുതെ ആയിപ്പോയി, ഇതിവിടെ വീണ്ടും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 360 റൊട്ടേറ്റ്. ഓക്കെ, അത് വേറെ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ മൈക്കൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇറങ്ങട്ടോ. അപ്പോൾ ഞാൻ 10 മണിയായിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. 10 മണിയായി. 10 മണി ആവാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇപ്പോൾ ഈ ഓർഡറിന് വേണ്ടിയിട്ട് 10-15 മിനിറ്റ് അങ്ങനെയും കാത്തുന്നു. ഇപ്പോൾ സ്റ്റാൻഡിലാണ്, നമ്മുടെ മൈക്ക് ഉപയോഗിക്കുന്നുണ്ട്, മൈക്ക് കുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ബസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് രാവിലെ നേരത്തെ ഇറങ്ങണം കരുതിയതാണ്. പക്ഷേ എങ്കിൽ ഫോണിലേക്ക് ഇതുവരെ ഒറ്റ ട്രിപ്പ് വന്നിട്ടില്ല. ഫോണിലേക്ക് ട്രിപ്പ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കാം ഓട്ടം ഉണ്ടോ ഇല്ലെന്നുള്ളത്. ഓട്ടം ഉണ്ടെങ്കിൽ 2 ടൈപ്പിലും നമുക്ക് ഓടാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നല്ല രീതിയിൽ ഫോണിലേക്കും വരും, അതുപോലെ തന്നെ ലൈനും തന്നെ അത്യാവശ്യം നല്ല റണ്ണിങ് ആയിരിക്കും. അപ്പം ഇന്ന് ഫോണിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. അങ്ങാടിയിൽ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, ബസ്സില്ലെങ്കിലും അങ്ങാടി തിരക്ക് കാര്യമൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ലൈനിൻ്റെ അവസ്ഥ ഉണ്ടോ,
ഞാനൊരു 14ാമത്തെ 15ാമത്തെ വണ്ടി ആയിരിക്കാം. ബസ് ഉണ്ടാവില്ല, ഓട്ടം ഉണ്ടാവുമെന്ന് കരുതി നേരത്തെ വന്നവരൊക്കെ നോയെന്നു. ഇല്ലേ ഓടിയോ? എവിടെ കിട്ടി? എപ്പോഴാണ്? 8 മണിക്ക് വന്നു. ബസ് ഇല്ലാത്തോണ്ട് അതിന്റെ ഒരു തളല്ല. ഇല്ല, ഇത് അംബുജാക്ഷേട്ടനാണ്. നിങ്ങളെ പേര്? സിറാജ്. അപ്പൊ ഓട്ടല്ലാന്നാണ്. അപ്പൊ അതുകൊണ്ട് നേരം വൈകി വന്നതിലേക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. കഴിഞ്ഞിട്ടോ? നിങ്ങളിപ്പോ വരാ? എന്നിട്ട് കഴിഞ്ഞിട്ട് ആനങ്ങൂലേ ആൾക്കാര് പുറത്തുനിന്നിട്ട് വരണ്ടേ? ഓല് ഇങ്ങോട്ട് വന്നാലല്ലേ ഇവിടെ ഓട്ടം ഉണ്ടാവുള്ളൂ. ഓ ബസ് ഉണ്ടാവല്ലോ. ഗ്രൂപ്പ് കൂടെ ഒക്കെ പെരുംചർച്ച. എന്ത് ഇനിയിപ്പോ ബസ്സർ വേണോ? അപ്പോൾ ആൾക്കാരായിട്ട് ഇറങ്ങുള്ളൂ. അയ്യോ സൂപ്പറായി. പാചക്കാണ്. ഞാൻ ആ ലൈനിൽ കൂടെ വെറുതെ നടക്കാൻ വേണ്ടി പോയതാ. എന്താ അവസ്ഥ പെയ്തിട്ടേ നല്ല കാറ്റ്. അതിന്റെ വെള്ളം കിട്ടി കയറുന്നത് അവിടെ ഇറന്നോ? സീറ്റുണ്ട് സീറ്റിലൊക്കെ പാഞ്ഞ് കയറിയേക്കാണ്. ഇവിടെ വന്ന് എനിക്കാണ്. ഓ മൈ ഗോഡ്. ഒന്ന് ഇരിക്കട്ടെ ആദ്യം ഇവിടെ തുറച്ചിട്ട്. ഞാനൊരു ഓപ്പൺ ഏരിയയിലാണ്. അതാണ് ഇതിന് നല്ല കാറ്റ് വന്നു. അതാ കാറ്റ്. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. വണ്ടിയൊക്കെ കേക്ക് തുടച്ച് പോന്നാണ്. പക്ഷെ വീണ്ടും വണ്ടിന്റെ അവസ്ഥ വളരെ മോശമായി. കാറ്റ് കാറ്റ് എന്തിനാ ഇതൊക്കെ കേക്കുകളേനല്ല. ഞാൻ നല്ല രീതിയിൽ തുടച്ചാണ്. കേക്കിയത് ഫുള്ള് തുടച്ചെടുത്തതാ. വെള്ളം ഫുള്ള്. മഴക്കാലത്ത് ഇങ്ങനെ തന്നെയാണ്. കേക്കിട്ടൊന്നും കാര്യമല്ല. ആ സീറ്റ് ഫുള്ള് തന്നെ നടക്കുക. അപ്രതീക്ഷിതമായിട്ട് പെയ്തൊരു മഴ. അപ്രതീക്ഷിതം. ഇത് തന്നെ പണി. ഈ സൈഡിലിട്ടാലേ ഇത് മഴ ചോർന്ന അപ്പം മടക്കി വെക്കും. കാരണം ആളുകൾക്ക് ഇത് ഇഷ്ടമല്ലാത്ത സംഭവമാണ്. ആളുകൾക്ക് നല്ല നമുക്ക് തന്നെ, ഞങ്ങൾക്ക് ഡ്രൈവർമാർക്ക് തന്നെ ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ആ ഒരു കർട്ടൻ ആ സൈഡിൽ ഇടേണ്ടത്. അപ്പൊ ഞാന് ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ 11:25 ഈ ഒരു നേരത്തെ എന്റെ പരിപാടി നാട്ടിൽ നിന്ന് വിളിച്ച് ഒരു ഫോൺ തപ്പാ. ഇത്ര നേരം ഇവിടെ ഇരുന്നു, ഒന്നും കിട്ടിയില്ല. അപ്പോ നാട്ടിൽ നിന്ന് വിളിച്ചത്. ഇത് നാട്ടിൽ പോവാ. ആ ഒരു ട്രിപ്പ് ലോക്കൽ എടുക്കാം. അവർക്കെന്താ ഹോസ്പിറ്റലിൽ പോരാനാണോ? അപ്പൊ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ അവസ്ഥ. കേട്ടോ, ആദ്യത്തെ കൈനീട്ടം എടുക്കാനാണ് ഞാൻ പോകുന്നത്. വന്നിട്ട് ഇവിടെ വന്ന് 1.5 മണിക്കൂറായി. ഇപ്പോഴും ഫസ്റ്റ് ഗ്യാപ്പ് പോലും എത്തിയില്ല. ബസ്സില്ലെങ്കിൽ നടക്കൂലേ? ബസ്സിലല്ല ആളുകൾ ടൗണിൽ എത്തുള്ളൂ. ബസ്സില്ലാതെ എങ്ങനെ നടക്കും? വണ്ടികൾ വരുന്ന വണ്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധയോടുകൂടി നൈസായിട്ട് തിരിയ. ഓക്കെ. അപ്പോ ഇതൊക്കെ നമ്മളെ സ്റ്റാൻഡിൽ കിടക്കുന്ന വണ്ടികളാണ്. ഏതാണ്ട് ലൈൻ അങ്ങനെ പോന്ന് ഫസ്റ്റ് ഗ്യാപ്പിൽ നിന്നും ഒരു 50 മീറ്ററോളം ലൈന് കയറി പിടിച്ചിട്ടുണ്ട്. ഇന്ന് ഇങ്ങനെയൊക്കെ തന്നെ. കാരണം ഉച്ച വരെ എത്ര വണ്ടികൾ ഉണ്ടാവുള്ളൂ. ഉച്ചയ്ക്ക് ശേഷമായി കഴിഞ്ഞാണ്ടല്ലോ വണ്ടികൾ പറയും. കാരണം ആളുകള് ഡ്രൈവർമാരെ ഒരു ദിവസമല്ലേ വീട്ടുകാരപ്പം അല്ലെങ്കിൽ കുട്ടികളുടെ ഒപ്പം നിൽക്കാം എന്ന് എഴുതിയിട്ട് അങ്ങനെ പോകും. അപ്പൊ കൈനീട്ടം കിട്ടി. കൈനീട്ടം 50 രൂപ. അതായത് നാട്ടിലേക്ക് എത്തിപ്പോയത് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററോളം വരുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അവരെങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിരുന്നു. അപ്പൊ അങ്ങനെ പോയി കൊണ്ടുവരുമ്പോ ഞങ്ങള് ഒരു അപ്പ് ആൻഡ് ഡൗൺ ചാർജാണ്. ഒരു ലോക്കൽ 50 രൂപ വരെയുള്ള ഇത് വാങ്ങാറ്. അപ്പൊ അത് 50 രൂപ വാങ്ങിയിട്ടുണ്ട്. ബിരിയാണിക്കുള്ള ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ബിരിയാണി പിന്നെ ചിക്കൻ മസാല, ഗരം മസാല, ക്ലീനിങ് ഒക്കെ നിർത്തി സാധനം എടുക്കണം. പൊടിച്ചത് ഏതായിക്കല്ലേ? അതയക്കാണ്ട് എടുത്തത്. ബിരിയാണി വെക്കാനാണ്.
കിലോ ചിക്കനും 1 കിലോ അരിയും അരിക്കുള്ള ഒരു സാധനങ്ങളാണ്. ലാപ്ടോപ്പും വേണം, ആ പുതിയ ചാർജർ. ഞാനത് വാണിയമ്പലത്തെ ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ചെക്ക് ചെയ്യാം. ഏതായാലും ഓട്ടമല്ല, എന്നാൽ അതിനൊക്കെ പറ്റിയ ദിവസം 12 മണി അവിടെ പോയി വരാം. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളൊരു സാധനം ഇത്, അയ്യോ മൈക്കാണ് ചാടല്ലേ, പശ ബ്ലേഡ്. അതവിടെ ചില അതങ്ങനെ ബാഗ് വേണ്ടേ, ബാഗ് വേണേ, അല്ലെങ്കിൽ എങ്ങനെയാണ് കൊണ്ടുപോയി ഒന്ന് ആലോചിച്ചു. അപ്പോൾ അതങ്ങനെ കൊണ്ടാൻ വേണ്ടി കയറും. അപ്പം അത് അവിടെ അത് ക്ലിയർ ചെങ്ങന്മാരെ വാണിയമ്പലത്താണ്. ആ ഷോപ്പ് നോക്കിക്കോളിട്ടോ. ആ ഷോപ്പ് ഇവിടെ അടുത്തുള്ള ആളുകൾക്ക് വണ്ടൂര്, വാണിയമ്പലം, പൂക്കോട്ടുംപാടം, കാളികാവ്, സ്റ്റോക്കാട്, അങ്ങനെ നമ്മളുടെ ഈ ഒരു സർക്കിളിൽ പെടുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇലക്ട്രോണിക് സംബന്ധമായിട്ട് ഉപകാരപ്പെടും എന്ന് പറയാൻ കാരണം, ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ചാർജർ ഇന്നലത്തെ വിഷയം, ഇന്നലെ ഞാനത് ചാർജ് ചെയ്ത് നോക്കിയതാണ്. നമ്മളെ സ്റ്റാൻഡത്തെ ഒരു അല്ലല്ലേ വിഷയം, അത് ഞാൻ ചാർജ് ചെയ്ത് നോക്കിയതാണ്. പക്ഷേങ്കിൽ അതും കംപ്ലൈൻ്റ് ആയി ആ ചാർജർ. ഇവിടെ എന്താ റെയിൽവേ ട്രാക്കിൽ എന്തോ ഒരു പണി, ശ്രദ്ധിക്കണം, പണിയിലാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിയൊരു സാധനം അത് വർക്ക് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവരുടെ അടുത്ത് തന്നെ നേരിട്ട് നമ്മൾ റിട്ടേൺ ചെയ്ത് ഇവരുടെ അടുത്ത് നേരിട്ട് ഒരു 200 വോൾട്ടിൻ്റെ വാങ്ങി, നോട്ട് വർക്കിംഗ്. ഇപ്പം നമ്മൾ സാധനം വാങ്ങിക്കണം. അത് ഞാൻ വീട്ടിലെത്തിയിട്ടേ കാണിക്കുള്ളൂ കേട്ടോ, വീട്ടിലെത്തിയിട്ടേ കാണിക്കുള്ളൂ. അപ്പം അത് 300 വോൾട്ടാണ്, 300 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന. അപ്പം അത് വാങ്ങിയിട്ടുണ്ട്, അതിൽ വർക്കിംഗ് ആണ്. ഞാൻ ഇവിടേക്ക് ലാപ്ടോപ്പ് കൊണ്ടാ പോകുന്നത്. ഇവിടെ ഉണ്ടോ വാണിയമ്പലത്ത് ഒരു അപകടകരമായിട്ട് നിന്നിരുന്ന ഒരു മരം, നല്ലൊരു ചീനി നല്ലൊരു ചീനിയാണ്. പക്ഷേ എങ്കിൽ അത് നിൽക്കുന്ന സ്ഥലം അത്ര നല്ലതായിരുന്നില്ല. അപ്പം അതുകൊണ്ട് അതിനെ അവിടെ നിന്ന് മുറിച്ച് മാറ്റുന്ന ഒരു കാഴ്ച. ഏതായാലും ഈ പറഞ്ഞ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാനത് കണക്ട് ചെയ്ത് ലാപ്ടോപ്പ് ചാർജ് ചെയ്യുന്നുണ്ട്. ഞാൻ ലാപ്ടോപ്പ് അവിടെ ഓണാക്കി കുറച്ച് നേരം ഓണാക്കിയിട്ടു, അതിൽ ഇന്റർനെറ്റ് കണക്ഷൻ കൊടുത്തു. എല്ലാം കൊണ്ടും കട്ടാവുന്നില്ല, മറ്റേ കട്ടാവുകയാണ്. UPS ആയിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഞാൻ വാൻ ലൈഫ് ചെയ്യുന്ന നേരത്ത് അപ്പോഴാണ് നമ്മുടെ കയ്യിലേക്ക് ലാപ്ടോപ്പ് വരുന്നത്. വാൻ ലൈഫിലാണ് ലാപ്ടോപ്പ് നമ്മളുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ നിൽക്കുന്നത് മേഘാലയയിലായിരുന്നു. മേഘാലയയിൽ നമ്മൾ നിൽക്കുന്നത് എവിടെയായിരുന്നു, ദൗക്കിയിലായിരുന്നു. നമ്മൾ ദൗക്കിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾക്ക് ഗുവാഹട്ടിയിലേക്ക് ഈ ഒരു ലാപ്ടോപ്പ് കൊറിയറായിട്ട് വരുന്നത്. അന്ന് അവിടെ പോയി ആ ഒരു കൊറിയർ പോയി നമ്മൾ അറ്റൻഡ് ചെയ്ത സാധനമായി കയ്യിൽ കിട്ടി നോക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ യാതൊരു മാർഗമല്ല. അടുത്തതായിട്ട് നമ്മൾ അന്ന് പോയിരുന്നത് ഞങ്ങൾ തവാങ്ങിലേക്കായിരുന്നു. തവാങ് കയറി ഇറങ്ങാം എന്ന് കരുതി റിട്ടേൺ മേഘാലയയിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരെ ഞങ്ങൾ. അപ്പോൾ തവാങ് കയറണമെങ്കിൽ ലാപ്ടോപ്പ് വർക്ക് ചെയ്താൽ മതിയാവും. പക്ഷേങ്കിൽ ലാപ്ടോപ്പ് വർക്ക് ചെയ്യിച്ചാൽ ഞങ്ങൾ തവാങ് കയറി ഇറങ്ങി ലാപ്ടോപ്പ് അതേപോലെ തന്നെ പെട്ടിയായി മടക്കി വെച്ചു. വേറൊരു പരിപാടി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ അടുത്തതായിട്ട് പോയിരുന്നത് നാഗാലാൻഡിലേക്കാണ്, കൊഹിമയിലേക്ക്. അവിടുത്തെ എന്താ പറയാ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊഹിമയിലേക്കായിരുന്നു പോയിരുന്നത്. കൊഹിമയിൽ പോയി അവിടെ ഹോൺബിൽ ഫെസ്റ്റിവലിൽ 2-3 ദിവസം പങ്കെടുത്തു. ജുക്കു വാലിയൊക്കെ പോയി പങ്കെടുത്ത് നമ്മൾ റിട്ടേൺ പോരുന്ന സമയത്ത്, കൊഹിമയിൽ നിന്ന് റിട്ടേൺ പോരുന്ന സമയത്ത് അന്ന് ദിമാപൂരിൽ വെച്ചിട്ട് നമ്മളൊരു UPS വാങ്ങാൻ തീരുമാനിച്ചു. UPSൽ അന്ന് നമ്മൾ നാട്ടിലെവിടെയും ഇല്ലാത്തൊരു വില 3500 രൂപയോളം UPS നമ്മൾ ദിമാപൂരിൽ കൊടുത്തു. ദിമാപൂരിൽ UPSന് വില കൊടുത്ത് UPSും വാങ്ങി അവിടുന്ന് പിറ്റേ ദിവസം തന്നെ നമ്മൾ ഈ ഒരു സാധനം ദിമാപൂര് കാസിറംഗ റൂട്ടിൽ വെച്ച് ഹൈവേയിൽ വെച്ച് തന്നെ നമ്മളത് റെഡിയാക്കി. ആ UPS വെച്ചായിരുന്നു നമ്മൾ ലാപ്ടോപ്പ് വർക്ക് ചെയ്യിച്ചതും ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്ത് തുടങ്ങിയതും അതിലേക്ക് സ്റ്റോർ ചെയ്ത് തുടങ്ങിയതും എല്ലാം ആ ഒരു UPS വെച്ചായിരുന്നു. പക്ഷേങ്കിൽ നിർഭാഗ്യവശാൽ UPSും നമ്മൾക്ക് കൃത്യമായ രീതിയിലുള്ള വോൾട്ടേജ് സപ്ലൈ ചെയ്തില്ല. UPSനകത്ത് ചെറിയൊരു ട്രാൻസ്ഫോമർ ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടായി. ഇടയ്ക്കിടയ്ക്ക് കണക്ഷൻ കട്ടാവുക. നൈറ്റിലൊക്കെ ഒരുപാട് നൈറ്റിലാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാറ്. ഈ നൈറ്റിൽ എഡിറ്റ് ചെയ്യുന്ന നേരത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ആ ഒരു കറണ്ട് കിട്ടാത്തതിൻ്റെ കേസിൽ സംഭവിച്ചു, ചാർജ് ആവാത്ത കേസിൽ സംഭവിച്ചു. അന്നെ ഞാൻ ഉറപ്പിച്ച് അന്നെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു. എനിക്ക് തന്നെ അറിവുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സാധനം നമ്മുടെ വിപണിയിൽ കിട്ടാനുണ്ട്. അല്ലാതെ ഇപ്പോൾ ഈ ട്രാവൽ ചെയ്യുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് മൊബൈൽ പോട്ടെ, മൊബൈൽ നമുക്ക് എങ്ങനെ ചാർജ് ചെയ്യാം, ഒരു വയറിന്റെ കണക്ഷൻ കിട്ടിയാൽ മതി, നമുക്ക് എങ്ങനെ ചാർജ് ചെയ്യാം. DC AC എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, എങ്ങനെ ചാർജ് ചെയ്യാൻ.
അപ്പോൾ എങ്ങനെയാണ് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത്, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സാധനം വാങ്ങുന്നത്. ഇപ്പൊ ഓക്കെ ആയി, ഇപ്പൊ സമാധാനമായി. ഇനി നമ്മൾക്ക് അതിലേക്കുള്ള വണ്ടിയിലേക്കുള്ള ബെഡ് കൂടി റെഡി ആയി കഴിഞ്ഞാൽ ചില്ലറ രീതിയിലുള്ള യാത്രകളും ക്യാമ്പിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലാപ്ടോപ്പ് വർക്ക് ചെയ്യിപ്പിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് യാത്ര ആരംഭിക്കൂ എന്നുള്ളത് എനിക്കൊരു അതിയായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ലാപ്ടോപ്പ് ഇല്ലാതെ ഇപ്പൊ ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരും. പക്ഷേ എങ്കിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ ഒരു 50% നമ്മളുടെ ടൈം നമുക്ക് ലാഭമാണ്. മൈക്ക ഓക്കെ ആണെന്നാണ് കരുതുന്നത്. അപ്പം അതിൻ്റെ എന്തെങ്കിലും ഡേറ്റ് അത് കമൻറ്റ് ചെയ്യും. ഈ സാധനം ഞാൻ എന്തായാലും കുറിച്ചോട്ടെ. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നാണെങ്കിൽ ഈ ഒരു ചാനലിലെ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. ഒരു ലൈക്ക്, ഒരു കമൻറ്റ് അത് ഉറപ്പ് വരുത്തുക. നാളെ പിന്നെ ഹർത്താലും അല്ലേ, ഇതിനേക്കാൾ മോശമായി കാരണം രാവിലെ തൊട്ട് ഈ നേരം വരെ ഞാൻ വന്നിട്ട് 50 റുപ്യക്ക് ഓടി. അതിൻ്റെ ഫോൺ ട്രിപ്പ് അതിൻ്റെ ഫോൺ ട്രിപ്പാണ്, അല്ലാതെ ഒന്നും ഓടിയില്ല. ആളുകൾ തന്നെ അല്ല, ആളുകളും ഇല്ല, വണ്ടി അനങ്ങുന്നില്ല. ഇപ്പം തന്നെ സമയം 11:10. എനിക്ക് വീട്ടിലെ പണിക്ക് വേണ്ടിയിട്ട് 1-2 പൈപ്പും കൂടി കിട്ടണം. അപ്പോൾ അത് കൂടി വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാണ്. ആ പണിയെങ്കിൽ ആ പണി നടക്കില്ല. നാളെ മിക്കവാറും വരും. അതൊക്കെ ആണെങ്കിൽ നമ്മൾ വരും, വന്ന് നോക്കും. അങ്ങാടിൻ്റെ അവസ്ഥ ഉച്ചവരെ നോക്കും. ഉച്ചവരെ ഓട്ടല്ലെങ്കിൽ ചൂണ്ടലിടാനും എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ അങ്ങനെ തിരിയാം. ചെങ്ങൈമാരെ 1:20, 25 1:20 കിട്ടിയ ട്രിപ്പാണ്. കണ്ട റോഡൊക്കെ ഭയങ്കര മോശമാണ്. മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. പറയുമ്പോൾ അങ്ങാടിയിൽ നിന്ന് വെറും ഒരു 600 മീറ്റർ ഉള്ളൂ. അങ്ങാടിയിൽ നിന്നും ഞങ്ങളുടെ സ്റ്റാൻഡിൽ നിന്നും വെറും 600 മീറ്റർ ദൂരത്തേക്കാണ് ഞാൻ വന്നത്. നമ്മൾക്ക് ഇവരുടെ കയ്യിൽ നിന്ന് റോഡിന്റെ കേസും പറഞ്ഞ് ഒരു 10 റുപ്യ ഏറെ വാങ്ങിക്കാനൊന്നും പറ്റില്ല. ആകെ 600 മീറ്റർ അല്ലേ. ഞാൻ പിന്നെ മേടിച്ചിട്ടില്ല. ഇതൊക്കെ എൻ്റെ നാട് തന്നെയാണ്, എൻ്റെ നാട്. പിന്നെ ഇപ്പൊ അവർ നിൽക്കുന്നത് ഒരു അപ്പാർട്ട്മെന്റിലേക്കാണ് വന്നത്. അപ്പാർട്ട്മെന്റിന്റെ ഓണർമാരൊക്കെ എന്നെ അറിയുന്നവരാണ്, ഞാൻ അറിയുന്നവരാണ്, നമ്മളുടെ ആളുകളാണ്. നമ്മളുടെ ഈ ഒരു ഈ പാത്തിയിൽ വെള്ളം വന്നിട്ട് ഇവിടെയാണ് ഇത് ചാടുന്നത്. ഇതൊക്കെ എന്താ വെച്ചാൽ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക് കയറുകൊണ്ട് പൊട്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി പെട്ടെന്നുള്ള പണി എടുക്കുക എന്നുള്ളതാണ് താൽക്കാലികം. അങ്ങനെ ആക്കി വെച്ചതാണ്. അപ്പോൾ ഈ സാധനം ഞാൻ ഓരിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഇവിടെ കാണാൻ ഇതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വെള്ളം നമ്മുടെ വീടിൻ്റെ മേലിൽ ഈ ഒരു അടുക്കള ഭാഗത്തുള്ള വെള്ളം ഫുള്ളായിട്ട് വന്ന് ആ പാത്തി ഇങ്ങോട്ടുള്ള സ്ലോപ്പുള്ള ഇവിടെ വെള്ളം ചാടിയാണ് ഇവിടെ ഇങ്ങനെ ആയത്. അത് ഇവിടെ ഉണങ്ങുന്നില്ല. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് നിന്ന് തിരിയാൻ ആ കുറച്ച് സ്ഥലമുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ള ഇതിന് ഏതാണ്ട് 130 രൂപയോളം വരുന്നുണ്ട്. കുറച്ച് ക്വാളിറ്റി കൂടിയ സംഭവമാണ്. ഇത്ര ക്വാളിറ്റീൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. ഇതൊരു കൊള്ളൂലാവോ, ഇനി ഇതിൽ കൊള്ളൂലാവോ കേട്ടോ. കൊള്ളായൊന്നുമില്ല, കൊള്ളിക്കാം. ഞാനൊന്ന് ഫിറ്റ് ചെയ്യട്ടെ കേട്ടോ. ഈ സാധനത്തിന് കുറച്ച് ഹോൾ പറഞ്ഞാൽ നമ്മളുടെ ഒരു ഇതായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്തിയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പപ്പടക്കോല് ചൂടാക്കി വെച്ച് കൊടുക്കുക. അല്ലാതെ നമ്മൾ ഇവിടുന്ന് പോയി ഉണ്ടാക്കണം. ഏതായാലും അളവൊക്കെ എടുത്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ. പാളൊന്നും അറിയില്ല, ചിലപ്പോൾ പോടും, ചിലപ്പോൾ റെഡിയാവും. നമ്മൾ സംഗതി കുടിക്കുക, പക്ഷേങ്കിൽ ഇതുവഴിയും വെള്ളം വരുന്നുണ്ട്. അപ്പോൾ മഴ പെയ്തപ്പോഴാണ് അത് മനസ്സിലായത്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിന് 1-2 ഹോള് നമ്മൾ അവമിട്ടുകൊണ്ട് തന്നെ കുത്തണം. പപ്പടക്കോല് ചൂടാക്കി കൊണ്ടുവന്ന് കുത്തണം, എന്നാലേ നിൽക്കുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് പശയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്താ വെച്ചാൽ അതിലിങ്ങനെ വെള്ളം വന്ന് അവിടെ ചാടും. നമ്മൾ എടുക്കുന്ന പണി എന്തിനാണോ അത് വ്യർത്ഥം മനസ്സിക്കും. ഞാനപ്പോൾ ചോറിനിട്ട് അതിന് ചോറിനിട്ട് വേണം ബാക്കി പരിപാടിയൊക്കെ. മാമൂട്ടിണ്ടോ വിരുന്നാരി രസമുണ്ടോ? എങ്ങനെയുണ്ട് ഓളെ ബിരിയാണി? അപ്പോൾ വണ്ടിയാണ് ക്യാമറ എല്ലാവർക്കൊന്നും ക്യാമറ കൊണ്ട് ചെല്ലുമ്പോൾ പറ്റില്ല. ആകെ വെള്ളമായിപ്പോൾ ഇതിൽ. അപ്പോൾ ചോറിനാണ്, ഞാൻ തന്നെ ചോറിനാണ്. ഒരു വീഡിയോ പെർഫെക്റ്റാക്കി ചെയ്യണമെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വേണം. എന്നാൽ തന്നെ ഞാനൊക്കെ കുറച്ചേ വാങ്ങുന്നുള്ളൂ. ഞാൻ വാങ്ങുന്നതൊക്കെ ഏതെങ്കിലുമൊക്കെ ലോക്കലൊക്കെ ആയിരിക്കും, റേറ്റ് കുറഞ്ഞൊക്കെ ഞാൻ നോക്കാം. ഞാൻ അപ്പോൾ ഇതൊന്ന് ഇപ്പോൾ വന്ന ഓർഡറാണ്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടായിരുന്നു ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് രണ്ടാമത്തെ അല്ലേ ഇത്, ഇന്ന് രണ്ടാമത്തെ. പിന്നെ മുന്നേ അഡാപ്റ്റർ വന്നത്. പിന്നെ
ഈ സാധനം എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനം തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഓട്ടോയിൽ മൊബൈൽ ക്യാമറ സ്റ്റാൻഡ് ചെയ്ത് വെക്കുന്നതെന്ന് ചോദിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സാധനം നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ വേണ്ടി കിട്ടും. ഭയങ്കര ടൈറ്റുണ്ടല്ലോ, കണക്കന്നെ. ഇത് 360 റൊട്ടേറ്റ് ആവുന്ന ഒരു ഐറ്റമാണ്. അത് മറ്റേതിൻ്റെ പോലത്തെ അല്ല, കുറച്ചും കൂടി റൈറ്റ് കൂടുതലുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ക്യാമറ ഓൾറെഡി നമ്മളെ വണ്ടിയിലൊന്നുണ്ട്, ഇതേ സെയിം സാധനം തന്നെയാണ്, പക്ഷേങ്കിൽ കമ്പനി വേറെയാണ്. അതിൻ്റെ കൂടെ വന്നിരുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു, അതേ മോഡൽ തന്നെ. പക്ഷേങ്കിൽ ഇതിൻ്റെ ഇവിടെയും കൂടി കഴിക്കാൻ തോന്നുന്നു. അതിൻ്റെ ഇവിടെ കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ, പക്ഷേങ്കിൽ അത് ഞാൻ എങ്ങനെയും കഴിക്കും. അത് കഴിച്ചാലേ ഇതിൻ്റെ ലൂസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് നമ്മളത് ഈ റൊട്ടേറ്റ് ഉണ്ടല്ലോ, ഇവിടെ റൊട്ടേറ്റ് ആവേണ്ടത്. ഈ റൊട്ടേറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊന്നില്ലെങ്കിൽ ഇവിടെ ഉള്ളിൽ കഴിക്കണം. ഈ ഉള്ളിൽ കഴിച്ചാൽ ഈ സ്റ്റാൻഡുള്ള കണക്ഷനെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ റൊട്ടേറ്റിനായിട്ടുള്ള കണക്ഷൻ ക്ലിയർ ചെയ്യണമെങ്കിൽ ഈ സാധനം തന്നെ കഴിക്കണം. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോൾ നിൽക്കുന്ന ഒരു കോലനുസരിച്ച് എന്തായാലും കഴിക്കേണ്ടി വരും എനിക്ക് തോന്നുന്നുണ്ട്. ലെവൽ തന്നെയാണല്ലേ, ഞാൻ വേണ്ടേ. ഞാൻ ക്യാമറ വെക്കും, നമുക്ക് ആവശ്യമുള്ളതൊക്കെ തിരിക്കാം. ഇതൊക്കെ നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ സ്വയം ചെയ്യാൻ പറ്റുന്ന പണികളാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്ലംബർ ആവണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു പ്ലംബറൊന്നുമല്ല. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഈ ഒരു പ്ലംബിംഗ് പരമായിട്ടുള്ള പണികളൊന്നും എടുത്തിട്ടില്ല. ഒക്കെ നമ്മളെ ഐഡിയ ഒക്കെ ചെയ്യുക. ആവുമ്പോൾ വരുന്ന നഷ്ടം നമ്മൾ സഹിച്ചെന്നല്ലാതെ ആവുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പണി പൊടിച്ചിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടായാൽ മതി. എല്ലാ കാര്യത്തിനും അങ്ങനെ തന്നെയല്ലേ, ആ ഒരു ഐഡിയ ആണ് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു പാത്തിൻ്റെ ഈ സാധനം കംപ്ലൈൻ്റ് ആയത്, ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഇത് അതിന് മുന്നേ ഇവിടെ ഹോൾ ഇട്ടായിരുന്നു. കണ്ടോ, 1 2 3 ഹോൾ ഇട്ടായിരുന്നു. പക്ഷേങ്കിൽ ആ ഹോൾ കൊണ്ട് കാര്യമില്ല, ആ ഐറ്റത്തിൽ വെച്ചാൽ കംപ്ലൈൻ്റ് ആയിട്ട്. പിന്നെ ഓട്ട കുത്തി അത് അതേപോലെ പപ്പടക്കോല് നന്നായിട്ട് പഴുപ്പിച്ചിട്ടോട് വെച്ച് കൊടുക്കുകയാണ്, അങ്ങോട്ട് കയറിപ്പോയിക്കോളും. അപ്പോൾ വെള്ളം ഇവിടെ ചാടാൻ വേണ്ടി പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പശ തേച്ച് ഒരു പൈപ്പിനായിട്ട് കണക്ഷൻ കൊടുക്കാം. കുറച്ച് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം, അതിലങ്ങോട്ടാകും. സ്റ്റാർ കിട്ടിയോ? എന്തിന്? എനിക്കൊന്ന് സ്കൂളിൽ നിന്ന് കഴിയുമ്പോൾ സ്റ്റാർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിയുമ്പാക്കി വരും. ഓക്കെ, ഫിറ്റ് ടൈറ്റായി. ഇവിടെ ഞാൻ പശ തേച്ചിക്കും കേട്ടോ, പശയൊക്കെ തേച്ചിക്കണം. ഇനി ഏതാണ്ട് ഇവിടെ വന്നാലും വെള്ളം കാണും. ഇവിടെ വന്ന് കാണും. ഇനി മഴ പെയ്യണം, എൻ്റെ പ്ലംബിങ് എത്രത്തോളം സക്സസ് ആയെന്ന് അറിയാം. അവിടെ നിന്ന് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ വെള്ളം ഇവിടെ ഇവിടേക്ക് ചാടും. ഇനി അടുത്ത പരിപാടി, ഇത് ഇന്നലത്തെ പണിയുടെ ഒരു ഊക്കാണ്. ഇവിടെ ഈ ഒരു പൈപ്പ് കൂട്ടി ഞാൻ അത് റെഡിയാക്കട്ടെ കേട്ടോ. പശ ഇനി ബാക്കിയാട്ടോ, പശ നമുക്ക് എടുത്തേക്കാം. ഓക്കെ, ആ ദൗത്യം കഴിഞ്ഞിരിക്കുന്നു. ഈ സ്റ്റാൻഡിലേക്ക് പോവാം ചങ്ങന്മാരെ. അപ്പോൾ വാണിമ്പലത്തിൽ നിന്ന് നമ്മൾക്ക് ലാപ്ടോപ്പ് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഇൻവെർട്ടർ കിട്ടിയെന്ന് പറഞ്ഞില്ല. ഇതാണ് ആ പ്രൊഡക്റ്റ്. ഇത് 220 വോൾട്ടാണ്, 12 വോൾട്ട് DC, 220 വോൾട്ട് AC അങ്ങനെ കൊടുത്തിട്ട് മൊത്തം 300 വോൾട്ട് സാധനത്തിന് കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഇതൊരു വർക്കാണ്. ഇത് ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ UPSൻ്റെ ചെറിയ ബാറ്ററി ഉണ്ട്, വണ്ടിമൊക്കെ അപ്പോൾ കണക്ട് ചെയ്യാനുള്ള കുറച്ച് പണിയാണ്. സ്പാൻഡറൊക്കെ എടുത്ത് അയച്ച് മുറിച്ച് ചെയ്യണം. ഇത് ഞാൻ ഇതിൻ്റെ അടുത്ത് UPSൻ്റെ ബാറ്ററി ഉണ്ട്, നമ്മൾ UPSൻ്റെ. അപ്പോൾ അതുമൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്, ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യിപ്പിക്കണം കാണിച്ചാൽ. UPSന് ചാർജില്ല. അപ്പോൾ ഇതിൻ്റെ ഫാനൊക്കെ ഉണ്ട്. ഇതിൽ ചൂടായി കഴിഞ്ഞാൽ തണുപ്പിക്കാൻ ഫാന് കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാട്ടോ. നമുക്ക് ഫാൻ ബാക്കിൽ വർക്ക് ചെയ്യണം, അതിൻ്റെ മുഴക്കം കേൾക്കാം. അത് കണക്ട് ചെയ്ത് നോക്കാം. സാധനം ഓണാണ്, വയർ കൊടുത്തിട്ടുണ്ട്, കണക്ഷൻ ഇതാ വരുന്നു. കണ്ട ഇതുപോലെ ഒരു കത്തും.
അതുപോലെ ഒരു കത്തിയാലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് കുറച്ച് നേരം വർക്ക് ചെയ്യിപ്പിക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോ ഒന്ന് കോപ്പി ചെയ്യാണ്ട് ആ കോപ്പി ചെയ്ത് എന്തെന്നാ ചെയ്യണം, ഇവിടെ നിന്നാ ചെയ്യണം. സംഗതി വർക്കിംഗ് കിട്ടുന്നുണ്ട്. പക്ഷേ എങ്കിൽ വേറെ പ്രശ്നം കട്ടാവാണ്. കട്ടാവാന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കൊന്ന് കട്ടാവാണ്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം. ഇപ്പോൾ സംഗതി ഓഫാണ്. ഓണാക്കി, ഇവിടെ ഓണായി. ഈ ലൈറ്റ് ഇപ്പോൾ കേട്ടു. ഐ തിങ്ക് ബാറ്ററി ചാർജ് ഇല്ല എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി, വണ്ടി ഓടണ വണ്ടിയല്ലേ. അതിനപ്പോൾ അതിൻ്റെ ബാറ്ററി ഇതാണോ പൊളിച്ച് ചെയ്യണം. നമ്മൾ നോക്കി ആരും ഇതന്നെ അവസ്ഥ. നമ്മളിനി എന്ത് ചെയ്യുമല്ലയാ. ഓക്കെ, ഇങ്ങനെ സ്റ്റാർട്ടാകണ വണ്ടി അതെ. എന്നിട്ട് ഇതിൻ്റെ ബാറ്ററിയാണ് ഫെയിലിയർ എന്ന് പറയാം. എന്താ ചെയ്യാ. ഞാൻ പുതിയ സ്റ്റാൻഡ് വാങ്ങി അറിയില്ലേ. അപ്പോൾ അവന്മാരാണ് ഇപ്പോൾ ക്യാമറ കിടക്കുന്നത്. അവന്മാർ കിടക്കുമ്പോൾ എന്താണ് കുലുക്കത്തിൻ്റെ കാര്യത്തിലെ അവസ്ഥ എന്ന് ഇപ്പം നമുക്കറിയില്ല. മാറ്റം ഉണ്ടാക്കിയിരിക്കും. കുറച്ച് ടൈറ്റ് ഉണ്ട്. പുതിയ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ സെയിം മോഡൽ തന്നെ, സെയിം കവറിങ് പാക്കിങ് എല്ലാം. പക്ഷേ എങ്കിൽ കമ്പനി മാത്രം ചേഞ്ച് ആക്കിയാണ്ട് വെച്ചേക്കാണ്. അല്ലാത്തൊരു ഇത് ഞാനിപ്പോൾ ഇതിന് കാണുന്നില്ല. ഞാനിപ്പോൾ നേരെ പോകുന്നത് ഓടാൻ വേണ്ടിയിട്ടല്ല. ഇന്നത്തെ ഓട്ടൊക്കെ ചെയ്യുമ്പോൾ ഓട്ടൊക്കെ സ്വിപ്പായി 4:35 ഞാൻ ആകെ ഓടിയത് 80 ഉറുപ്പ്യക്കാണ്. 80 ഉറുപ്പ്യ. എല്ലാ മഴ വരുന്നുണ്ട്, എല്ലാ മഴക്കോള്, മഴ സാധ്യത, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇലക്ട്രീഷ്യനെ കാണാനാണ്. ഇലക്ട്രീഷ്യൻ എന്തിനു കാണുന്നു അല്ലേ? ഇലക്ട്രീഷ്യനെ കാണേണ്ട ആവശ്യം എന്താ? ഇലക്ട്രീഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ വണ്ടിന്റെ ഇലക്ട്രീഷ്യൻ കേട്ടോ. അപ്പൊ അദ്ദേഹത്തെ ഞാൻ ആ ഒരു ഇൻവേർട്ടർ അത് എന്തുകൊണ്ടാണ് അത് ലോഡ് എടുക്കാത്തത്? അത് നമ്മുടെ ബാറ്ററിന്റെ പ്രശ്നമാണോ? അവിടെ ഒരുപാട് ബാറ്ററികൾ ഉണ്ടാവും, പുതിയ ബാറ്ററി ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മളെ ലാപ്ടോപ്പ് ഒരു 1/2 മണിക്കൂർ യൂസ് ചെയ്ത് നോക്കാം. അതൊക്കെ കരുതിയിട്ടാണ് പോകുന്നത്. ആവും എന്നുള്ളത് കണ്ടറിയാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും ആവൂല സംഭവം. വണ്ടി കുറവാട്ടോ. വണ്ടി കുറവെന്ന് പറഞ്ഞാൽ എല്ലാവരും പല വഴിക്ക് പോയിട്ടുണ്ടാവും. അതിനൊക്കെ പറ്റിയ ദിവസമാണ്. നാലുകൂടി ജംഗ്ഷൻ നേരെ പോയി കഴിഞ്ഞാൽ മഞ്ചേരി, കോഴിക്കോട്, അരീക്കോട് ഒക്കെ പോവാം. റൈറ്റിക്ക് പോയി കഴിഞ്ഞാൽ നിലമ്പൂർ, വഴിക്കടവ്, ഊട്ടി അങ്ങനെ പോവാം. ഇടത്തേക്ക് പോയാൽ പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, അങ്ങനെ ആ ഭാഗത്തേക്ക് നിങ്ങളുടെയൊക്കെ നാട്ടിൽ കൂടെ അതിൽ അങ്ങോട്ട് വരാം. ഞാനേ അത് വർക്ക് ചെയ്ത് കഴിഞ്ഞത് സന്തോഷിച്ചിരുന്നു. പക്ഷേ എന്റെ സന്തോഷം കെട്ടടങ്ങി. അതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു UPS ആണ്. കാരണം അത് വർക്കല്ല. ഞാനിപ്പോ ഇവിടെ എന്റെ ബാറ്ററിന്റെ പ്രശ്നമാണ്. ഇലക്ട്രീഷ്യന്റെ അടുത്ത് വന്നിട്ട് 3-4 ബാറ്ററി വെച്ച് നോക്കി, വലിയ ബാറ്ററി വരെ വെച്ച് നോക്കി, കട്ടാവുകയാണ്. അപ്പൊ ഇനിയിപ്പോ പരിപാടി ഇത് കൊണ്ടു കൊടുത്തിട്ട് ഒരെന്താ പറയാ നോക്ക. വാണിമ്പലത്തിൽ പെരും ബ്ലോക്ക്. അങ്ങനെ ആ ഒരു മരവും നിലത്ത് വീണു കേട്ടോ. എത്രയോ വർഷങ്ങളായി ഇവിടെ തണലേകിയിരുന്ന ഒരു മരമായിരുന്നു. പക്ഷെ എങ്കിൽ ഇനി തണല് കൊണ്ടാൽ പണിയാകുന്ന എല്ലാവർക്കും തോന്നും. അതാണ് സംഭവം. ചെങ്ങന്മാരെ വാണിമ്പലത്താണ്. അവിടെ ആ കാണുന്നതാണ് കട. ഞാൻ എന്റെ ഇവിടെ പരിപാടി എന്താ വെച്ചാല് നമ്മളെ വണ്ടിയിലേക്ക് അത് കാണൂല, വണ്ടിയിലേക്ക് ഞാൻ കൊണ്ടുവന്നേക്കാണ് അവിടെ നിന്നുള്ള ആ ഒരു ഇൻവേർട്ടർ. ഞാൻ ഇവിടെ ടെസ്റ്റ് അടിച്ച് നോക്കുകയാണ് നമ്മളുടെ ഒരു ബാറ്ററിമേ കയറുന്നുണ്ടോ. പക്ഷെ എങ്കിൽ ഇപ്പൊ അടിപൊളിയായിട്ട് കയറുന്നുണ്ട്. യാതൊരു വിഷയവും കാണില്ല. പക്ഷെ എങ്കിൽ ഇതിന് വില കുറച്ചുകൂടി കൂടും. 12,000 ഉറുപ്പ്യാണ് ഇതിന്റെ വില. 12,000 ഉറുപ്പ്യന്റെ സാധനം വാങ്ങണമെങ്കിൽ വാങ്ങേണ്ടി വരും. അല്ലാതെ കാട്ട. ലാപ്ടോപ്പ് ഓണാണ്. ഓണില് ഞാനിത് ആദ്യം ഞാൻ UPS ഉപയോഗിച്ചിരുന്നു. UPSൽ എന്തുകൊണ്ടാണ് UPS ഇപ്പൊ ഉപയോഗിക്കാത്തതെന്ന് വെച്ചാൽ എന്റെ ഉണ്ടായിട്ട് പോലും ഞാൻ ഉപയോഗിക്കാത്തതിന് കാരണം അതിന്റെ ആ ഒരു സൗണ്ട് പറഞ്ഞ ഒന്നാമത് അതാണ് നമുക്ക് ഒഴിവാക്കൂട്ടാം. പക്ഷെ അത് കട്ടാവും. അത് നമുക്ക് അനുഭവം ഉള്ളതാണല്ലോ. അത് കട്ടാവും. ഇത് കട്ടാവുണ്ടോ ഇല്ലയോ നോക്കാനാണ്. ഇതിപ്പോ 1000 വാട്ടിന്റെ ആണ്. 1000 വാട്ട്. ഇതിനേക്കാൾ മേലേക്ക് ഇല്ലാന്ന് മൂപ്പരെന്നെ പറഞ്ഞു. ഇത് വർക്കിംഗ് ആട്ടോ പക്ക. ഞാനൊന്ന് വെറുതെ ഒന്ന് ഇന്റർനെറ്റ് ഒക്കെ ഒന്ന് കണക്ട് ചെയ്തൊന്ന് ലാപ്പിനെ ചൂടാക്കി നോക്കട്ടെ. കുടുംബക്കാരത്തിനെ കൊണ്ടാക്കട്ടെ. കുടുംബക്കാരത്തിയെ തത്തമ്മ പോരോ? തീ കണ്ട മാതിരി നോക്ക്. തീ കണ്ട മാതിരി അടി ഇല്ല. വണ്ടിയില് പോകാനേ
നല്ല രസമുള്ള അതിമനോഹരമായിട്ടുള്ള ഗ്രാമീണ ഭംഗി തരുന്ന ഒരു ഏരിയയിലേക്കാണ് ഞാൻ വന്നത്. കുട്ടിക്കാലത്തൊക്കെ വന്ന് നന്നായിട്ട് താമസിക്കുകയും കളിച്ച് നടക്കുകയൊക്കെ ചെയ്ത ഒരു സ്ഥലം. ഈ പാടം, ഇവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിൽ പോയി ചാടുക. വെക്കേഷനിൽ എനിക്ക് പോകാൻ ആകെ 2 വീടുകളുണ്ട്. ഒന്ന് എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ഉണ്ടാവണ കുക്കുവിൻ്റെ വീട്, 2 ഈ വീട്. ഇവിടെ ഞാൻ ഇറങ്ങി കുട്ടികളെ അങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങി പോന്നു. എൻ്റെ അമ്മ ഇനി വേണം ആര്യനെയും ചിന്നുവിനെയും കൊണ്ടൊക്കെ ഒരു ദിവസം വന്ന് ഇവിടെ സ്റ്റേ ചെയ്യണം, യാത്രയൊക്കെ കഴിയട്ടെ. നല്ല മനോഹരമുള്ള സ്ഥലമാണ്. ഈ സൈഡിലൊക്കെ പാടമാണ്. ഇതിനൊന്നും കാര്യമായിട്ട് കൃഷിയൊന്നുമില്ല. വേണ്ട ലക്കതെ. ഞാൻ വണ്ടൂരിക്കാണ്. വണ്ടൂരിൽ ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ അടുത്തേക്ക് പോന്നിട്ടുള്ളൂ. ചെങ്ങൈമാരെ സമയം ഒരുപാടായിട്ടോ. ഒരുപാടായി എന്ന് പറഞ്ഞാല് ഏതാണ്ട് 8 മണിയായോ, 7:45 നേരമായി. 7:45 നേരത്ത് 7:45 ഒരു 7:30 7:15 ആ ടൈം ആകുമ്പോൾ നമ്മുടെ ആദ്യത്തെ സ്ഥിരം ട്രിപ്പ്, ഒരു 200 രൂപയുടെ ട്രിപ്പ് അത് കിട്ടിയതായിരുന്നു. അപ്പൊ അത് കൊണ്ടുവിട്ട് ഞങ്ങൾ റിട്ടേൺ പോരാണ്. ഈ നേരം വരെ വെളിച്ചുള്ള ടൈം കാണിച്ചു തന്നു, പിന്നെ ഇരുടായത് ഞാൻ കാണിച്ചിരുന്നില്ല. അതിന്റെ കാരണം എന്താ വെച്ചാല് ലൈനിൽ തള്ളി മുന്നേക്ക് എത്തിയപ്പത്തിന് ഇരുടായി. അതിനുശേഷം പിന്നെ ഈ ഒരു ട്രിപ്പും കിട്ടും. ഇനി എന്തായാലും ഞാൻ നേരെ വീട്ടിലേക്കാണ്. വീട്ടിൽ പോവാ. ഒരാളും മനുഷ്യനും അങ്ങാടിയിലില്ല. ഇവിടുന്ന് എന്തായാലും ഒരു 8-9 കിലോമീറ്റർ വണ്ടൂരിക്കുണ്ട്. കൂരാട്, ഞാൻ ഇപ്പോൾ ഉള്ളത് കൂരാടാണ്. അപ്പോൾ ചെങ്ങന്മാരെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം 8:30 മണിയായി. 8:30 മണി നേരത്തെ ഇവിടെ എന്താ പണി? പഠിക്കണോ? എന്താണ് അതേതക്ഷരം? ഇതേതക്ഷരം? ഇത് എഴുതറിയണ്ടല്ലോ. ഇതേതക്ഷരം? അറിയില്ലേ? അറിയില്ല? വാ 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 എന്ന് പറഞ്ഞ ഇതാണേ. അവള് പഠിക്കാണ്. നല്ല പഠിത്തത്തില. പഠിച്ചാട്ടാ. മുട്ടായി ചെറുത് കൊണ്ടുവന്നേക്കണ്. വലുതച്ച് ചെറുതല്ലേ കൊണ്ടുവരാൻ പറഞ്ഞ്. ഇന്നലെ കൊണ്ടുവന്ന കൊണ്ടുവരീ പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ എന്താ കൊണ്ടുവന്നത്? ഇന്ന് ഉച്ചക്ക് കൊണ്ടുവന്ന കൊണ്ടുവരീന്നല്ല പറഞ്ഞേ. 2 തന്നെയാണ്. എന്നാ പിന്നെ വീട്ടിലേക്ക് എത്തിക്കണം. നാളെ അപ്പം ഞാൻ ഹർത്താൽ വീഡിയോ ആയിരിക്കാം. അതായത് എങ്ങനെയാണ് വണ്ടൂർ അങ്ങാടിയിൽ ഹർത്താലിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കൊന്ന് പോയി കാണാം. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഹർത്താലിനെ വിട്ട് നാളെ വരാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.